വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ട് മനസ്സിലാക്കുക, ഈ അനാലിസിസ് ചെയ്യുന്നത് വോളിയം പ്രൊഫൈലിൻ്റെ ബേസിസിലാണ്. നമുക്ക് നിഫ്റ്റിയുടെ വോളിയം അവൈലബിൾ ആയിട്ടുള്ളത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലാണ്. അപ്പോൾ നമ്മൾ അനാലിസിസ് ചെയ്യുന്നതെല്ലാം നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലാണ്, സ്പോട്ട് ചാർട്ടിലല്ല. ഫ്യൂച്ചർ ചാർട്ടും നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടും ഈ രണ്ടും ഒരുപോലെ വരുന്നത് മന്ത്ലി എക്സ്പയറുടെ സമയത്താണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 18 ജനുവരി നിഫ്റ്റി ഫ്യൂച്ചർ ക്ലോസ് ചെയ്തത് 25,750 ഇനി നമ്മൾ ഇൻഡെക്സ് ചാർട്ടിലോട്ട് വരുമ്പോഴത്തേക്കും 18 ക്ലോസിംഗ് വന്നത് 25,699 അതായത് ഒരു 50 പോയിൻറ്റ് വ്യത്യാസമുണ്ട്. എല്ലാവർക്കും ഫെബ്രുവരി 1 പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു ട്രാവലിലായിരുന്നു, അപ്പോൾ അത് കാരണമാണ് ചെയ്യാൻ പറ്റാത്തത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് റെഗുലറായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബഡ്ജറ്റ് ദിവസത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ്. അപ്പം കഴിഞ്ഞ ദിവസം, അതായത് ജനുവരി 30 പ്രൊഫൈൽ വെച്ചിട്ട് നമുക്ക് അനാലിസിസ് തുടങ്ങാം. കാര്യം ഈ ബഡ്ജറ്റ് ദിവസം ഭയങ്കര വോളറ്റൈലായ കാരണം നമുക്ക് കൂടുതൽ ലെവൽസ് ആവശ്യമാണ്. അപ്പം ഈ വീഡിയോയിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രൊഫൈലും കൂടെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കാം. കാര്യം 2 ദിവസത്തെ വീഡിയോ നമ്മൾ ചെയ്തില്ലല്ലോ, അപ്പം അതിന് ഒരു കോമ്പൻസേഷനായിട്ട് നമുക്കിത് കുറച്ച് വിശദീകരിച്ച് ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയിൽ വന്ന മാസീവ് ഫോളിന് ശേഷം മാർക്കറ്റ് പതുക്കെ റിക്കവർ ചെയ്ത് വരുമായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിലും നമുക്കൊരു ഡി ഷേപ്ഡ് പ്രൊഫൈലാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടെ അതൊന്ന് സൂം ചെയ്തിട്ട് നമുക്കത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നോക്കാം. അതായത് ഒരു നല്ല പെർഫെക്റ്റ് ഡി ഷേപ്ഡ് പ്രൊഫൈലാണ്. ഇതൊരു ബാലൻസ്ഡ് പ്രൊഫൈലാണ്. അപ്പം പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ POC വന്നിരിക്കുന്നത് കറക്റ്റ് സെൻട്രലാണ്. അപ്പം ഇത് ഒരു ഡി ഷേപ്ഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷനെയോ അതല്ലെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിനെയാണ്. ഈ ട്രെൻഡ് റിവേഴ്സൽ നടക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ നടുക്ക് വരുന്ന ഒരു പ്രൊഫൈലാണ് ഈ പ്രൊഫൈൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയെ പറ്റി വരുന്ന പോസിറ്റീവായ വാർത്തകൾ, അതായത് ട്രേഡ് ഡീൽസ് പോലുള്ള സംഭവങ്ങൾ, പിന്നെ അതുപോലെ ബഡ്ജറ്റിൽ മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള വിശ്വാസം, അപ്പം ഇതെല്ലാം നമ്മുടെ മാർക്കറ്റിനെ സാരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം എന്ത് നോക്കിയാലും ഈ ഡി ഷേപ്ഡ് പ്രൊഫൈൽ മേക്ക് സെൻസ്. അപ്പോൾ അതായത് നമുക്ക് ഒരു റിക്കവറി പോസിബിളാണ്. അതിനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു ചെറിയൊരു അപ് ട്രെൻഡ് കാണാം. ഇനി അതല്ല, നമുക്ക് ബഡ്ജറ്റിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് നേരെ ട്രെൻഡ് കണ്ടിന്യൂവേഷനിലേക്കും പോകാം. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ഏരിയാസ്, അതുപോലെ ട്രേഡ്സ്, അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പം നമുക്കറിയാം ഈ ഡി ഷേപ്ഡ് പ്രൊഫൈലിൽ ഇമ്പോർട്ടൻ്റ് ഏരിയ അതിൻ്റെ POC തന്നെയാണ്. അപ്പം ഈ POC ബേസ്ഡാണ് നമ്മളിനി ട്രേഡ് എടുക്കുന്നതൊക്കെ. ഇപ്പം ബഡ്ജറ്റിൻ്റെ സ്പീച്ച് വരുന്നത് ഓൾമോസ്റ്റ് ഒരു 11 മണിയായിരിക്കും. അപ്പം അതുവരെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സ്റ്റേറ്റിൽ പോകാനാണ് ചാൻസ്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ POCയുടെ മേലെയും താഴെയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചാഞ്ചാടി കളിക്കാനാണ് ചാൻസ്. ഇത്തരം ഇവൻറ്റ്സ് വരുന്ന ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഇവൻറ്റ്സിൻ്റെ ലെങ്ത് അനുസരിച്ച് മാനിപ്പുലേഷൻസ് വളരെ മാർക്കറ്റിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സ്പീച്ചിൻ്റെ ലെങ്ത് കൂടുമ്പോൾ മാർക്കറ്റിൽ അത്രയും നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മാനിപ്പുലേഷൻസ് മേലോട്ടും താഴോട്ടും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഫേക്ക് ബ്രേക്കൗട്ട്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് മാർക്കറ്റ് സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആകെ ഒരു മാർഗ്ഗം. അപ്പോൾ നമ്മളൊരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൺഫേം ആയാൽ, അത് ലോവർ ടൈം ഫ്രെയിമിൽ കൺഫേം ആയാൽ മാത്രം നമ്മൾ ട്രേഡ് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ POCയുടെ താഴെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഒരു ബെയറിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കാണുകയാണെങ്കിൽ നമുക്ക് ഷോർട്ട്സ് നോക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ മാർക്കറ്റ് POCയുടെ മേലെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ബുള്ളിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലോങ്സ് നോക്കാവുന്നതാണ്. ഈ വോളിയം പ്രൊഫൈലും പ്രൈസ് ആക്ഷനും വെച്ച് നമ്മൾ ഡിറൈവ് ചെയ്ത ലെവൽസ് നോക്കാം. ഈ ലെവൽസിൻ്റെ മുകളിൽ ഞാനൊരു നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് അതുപോലെ വരണം എന്നല്ല അതിൻ്റെ അർത്ഥം. കാര്യം അത് വരാനാണ് ചാൻസ് കൂടുതൽ എന്ന് മാത്രം. അത് ബുള്ളിഷാണോ ബെയറിഷ് ആണോ എന്നുള്ള പെട്ടെന്ന് എനിക്ക് ഒരു റെഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി വെച്ചതാണ്. പക്ഷെ അത് അധികം കാര്യമാക്കി എടുക്കേണ്ട. കാര്യം മാർക്കറ്റ് ഡൈനാമിക്കായിട്ട് മൂവ് ചെയ്യുന്ന കാരണം ഇന്ന് നമുക്ക് സപ്പോർട്ടായിട്ട് കിട്ടിയ ഒരു ലൈൻ നാളെ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പോലെ ഇത് തിരിച്ചും എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അതിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, അവിടെ ഒരു റിയാക്ഷൻ വരും എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഒരു ഇവൻറ്റ് ബേസ്ഡ് ആയ കാരണം നമുക്ക് ഈ ലെവൽസ് മാത്രം മതിയാവില്ല 100%. കാര്യം മാർക്കറ്റ് മേലോട്ടും താഴോട്ടൊക്കെ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് തരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഗാമ എക്സ്പോഷർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ നമുക്ക് തൽക്കാലം ഒരു റിലേറ്റീവ് വോളിയം പ്രൊഫൈൽ അനലൈസ് നമുക്ക് ചെയ്യാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് 29 പ്രൊഫൈലാണ്. അപ്പം 29 മെയിൻ ലെവൽസ് ഞാനിപ്പം എനേബിൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ നോക്കാം. അപ്പം അന്നത്തെ VPOC ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ
റെസ്റ്റ് ഓഫ് ദ ലൈൻസ് നമ്മൾ 30-ാം തീയതിയിലത്തെ വോളിയം പ്രൊഫൈൽ വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. VPOC എത്തുന്നതിന് മുന്നേ ഉള്ള 25,490 എന്ന് പറയുന്ന ലെവലും ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് തരാൻ ചാൻസ് ഉള്ളൊരു ലെവലാണ്. അതോട്ടുള്ള കുറച്ച് ലെവൽസും കൂടെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ 27-ാം തീയതിയിലത്തെ പ്രൊഫൈൽ എനേബിൾ ചെയ്തിട്ട് അവിടെയുള്ള ലെവൽസ് എടുക്കേണ്ടി വരും. അത് 25,200, 25,110. അപ്പം ഇതൊക്കെ നമ്മളെ വോളിയം നോഡ്സാണ്, അതായത് ഹൈ വോളിയം നോഡ്സ് വരുന്ന ഏരിയാസാണ്. അപ്പം ഇത് പ്രൈസ് ആക്ഷൻ കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് വരയ്ക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു ഫുൾ ചാർട്ട് സെറ്റപ്പ് നമ്മുടെ ബഡ്ജറ്റ് ഡേക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ഗാമ എക്സ്പോഷ്യർ ഡേറ്റ നമുക്ക് നോക്കാം. നിഫ്റ്റി ക്ലോസ് ചെയ്തത് 25,320 നമുക്ക് നെക്സ്റ്റ് ഒരു ഹൈ കോൾ വോൾ എന്ന് പറയുന്നത് 25,500 അവിടെ ടോട്ടൽ OA വരുന്നത് 7.2 മില്യൺ. പുതുതായിട്ട് 1.8 മില്യൺ പൊസിഷൻസ് ആഡ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് 25,300, 25,350 നമുക്ക് സപ്പോർട്ടായിട്ടാണ് വരുന്നത്. അവിടെ 8 ലക്ഷം, 5 ലക്ഷം പുതുതായിട്ടുള്ള പുട്ട് റൈറ്റേഴ്സ് വന്നിട്ടുണ്ട്. 25,300 ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ടാണ് OA നോക്കുമ്പോൾ കാണുന്നത്. നമുക്കിനി ഗാമ എക്സ്പോഷറിൻ്റെ ചാർട്ടിലോട്ട് വരാം. ഈ ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 25,000 തൊട്ട് 25,500 വരെയുള്ള റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ഹൈലി വോളട്ടൈലായിട്ട് മാർക്കറ്റ് കളിക്കാനുള്ളൊരു ഏരിയയാണ്. നമ്മുടെ ഡീലിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഈ 550 പോയിൻ്റാണ്. അപ്പം നമുക്ക് ഈ ബഡ്ജറ്റ് ദിവസം നമുക്ക് ഈ 550 റേഞ്ചിൽ നമുക്ക് ഹൈ വോളട്ടൈൽ മൂവ്മെൻറ്റ്സ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാര്യം ഒരു കാര്യമായ റെസിസ്റ്റൻസ് ഇല്ല. 25,400 ഗാമ കാണുന്നത്. പക്ഷേ അതൊരു ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഒന്നുമല്ല. ഇനി തിരികെ നമ്മുടെ സപ്പോർട്ട് റീജിയനിലോട്ട് വരുമ്പം 25,200, 25,100 എന്ന് പറയുന്ന ഒരു സ്ട്രോങ് സപ്പോർട്ടും അല്ല. അപ്പോൾ ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത് 25,000-ലും ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,500-ലാണ്. ബാക്കിയുള്ള ഏരിയാസ് എല്ലാം നെഗ്ലിജിബിൾ ഗാമയാണുള്ളത്. അപ്പോൾ ഈ ഡേറ്റ അത്ര സിഗ്നിഫിക്കൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മൾ ഇൻട്രാഡേ പ്ലെയേഴ്സാണ്. നമ്മൾക്ക് മാർക്കറ്റിൽ വരുന്ന ക്വിക്ക് മൊമെൻറ്റം എടുത്ത് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി. സോ ഇത് നമുക്കൊരു യൂസ്ഫുള്ളായ ഡേറ്റ അല്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ സെറ്റപ്പ് വെച്ച് പ്രൈസ് ആക്ഷൻ ആയാലും ഓർഡർ ഫ്ലോ ആയാലും നമുക്ക് നമ്മുടെ സെറ്റപ്പ് വെച്ച് നമ്മൾ ട്രേഡ് എടുക്കുക. നമ്മൾ വരയ്ക്കുന്ന ഇമ്പോർട്ടൻറ്റ് ലൈൻസ്, കീ ഏരിയാസ് എല്ലാം റെഫറൻസിൽ വെച്ചിട്ട് നമുക്ക് അവിടെ എന്താണ് നമ്മുടെ സെറ്റപ്പ് പറയുന്നതെന്ന് അനുസരിച്ച് ട്രേഡ് എടുക്കുക. അപ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. കാര്യം വോളറ്റൈൽ മൂവ്മെൻ്റ് ആയ കാരണം നമ്മുടെ SL ഒക്കെ എടുത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ എൻട്രി ഒക്കെ അത്രയും റിഫൈൻഡ് ആയിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.